യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ധനവാൻ ഉറക്കെ നിലവിളിച്ചു, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് ലാസറിനെ ഒന്ന് അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം പിതാവ് പറഞ്ഞു, അത് സാധ്യമല്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് കരുണയില്ലാത്ത വിധിയാണ്. മരണത്തിനപ്പുറം ഒരു മനുഷ്യൻ യാതനാ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. മരണത്തിനപ്പുറം ഒരു യാതനാ സ്ഥലമുണ്ടെന്നോ, അങ്ങനെ മനുഷ്യർ നിലവിളിക്കുന്നുണ്ടെന്നോ ആര് പറയുന്നു? ആർക്കാണ് ഇതൊക്കെ പറയാൻ കഴിയുക? നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ പരമാധികാരിയായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം. അതെ, ഈ വാക്ക് വിശ്വസിക്കാം. ഇത് സത്യവചനം. ജീവനോടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, എന്നെ അവർ ക്രൂശിച്ചു കൊന്നുകളയും, എന്നാൽ ഞാൻ 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും. അവനെന്തു പറഞ്ഞോ അതുപോലെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എന്നു മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി ഒരുവൻ ഇതാ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ വലിയ പ്രസ്താവനകൾ പറയുന്ന വ്യക്തികളുണ്ടാകാം. എന്നാൽ ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വാക്ക്, എന്തുകൊണ്ടും മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. യേശു പറഞ്ഞു, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം എവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ച മനുഷ്യൻ, ആഡംബരത്തോടെയുള്ള ഒത്തിരി ധനം സമ്പാദിച്ച് അതിൽ സുഖിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ് പാപമാകുന്നത്? യേശു പറഞ്ഞു, ധനവാൻ, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളൊരു മനുഷ്യന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യകത വരുന്നുണ്ടോ? കാരണം അവൻ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നുണ്ടല്ലോ, എല്ലാം നടക്കുന്നുണ്ടല്ലോ, അല്ലേ? യേശു പറഞ്ഞു, ദീനക്കാർക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു ജീവിച്ചു എന്ന് അവൻ്റെ വീട്ടിൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നൊരു മനുഷ്യൻ, ലാസർ എന്നാണ് പേര്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ച് ജീവിച്ച മനുഷ്യൻ. ഇവിടെ ഈ ഭൂമിയിൽ നമ്മുടെ മുൻപിൽ വന്നൊരാൾ കൈ നീട്ടിയാൽ നാം അവരോട് മനസ്സലിഞ്ഞ് എന്തെങ്കിലും നന്മ കൊടുത്തു വിടില്ലേ? അതെ, വിടും. ഇവിടെ അങ്ങനെയുണ്ട്. ഇവിടെ നമുക്ക് കരുണയുണ്ട്. ലാസറിനും അങ്ങനെ കരുണ ലഭിച്ചു. ധനവാന്റെ മേശയിലെ അപ്പനുറുക്കുകൾ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, കരുണയില്ലാത്ത വിധി നടക്കുന്നത് മരണത്തിന് ശേഷമാണ്. ഒരിറ്റു വെള്ളം പോലും കൊടുത്തില്ല. ഈ ആയുസ്സിൽ നാം
ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ, ദൈവത്തെ പരമാർത്ഥതയോടെ സേവിച്ചാൽ സ്വർഗത്തിൽ നമുക്കൊരു വിശ്രമം ഉണ്ടാകും. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു സന്തോഷം. എന്നാൽ ഇവിടെ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ കരുണയില്ലാത്തൊരു വിധിയുണ്ടാകും. യാതന സ്ഥലത്ത് തീയിൽ കിടന്ന് പുളയുന്നവൻ പറയുന്നു, എനിക്കൊരിറ്റുവെള്ളം പോലും കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു വിധി നരകത്തിലുണ്ട്. അങ്ങനെ ഒരു വിധിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരുവന് കരുണയില്ലാത്ത വിധിയുണ്ടായി. അല്പം പോലും കരുണ കാണിക്കാതെ ഒരുവനെ ലോകം വിധിച്ചു. അത് മറ്റാരെയുമല്ല, നമ്മുടെ കർത്താവായ യേശുവിനെയാണ്. അങ്ങനെ വിധിക്കപ്പെടാൻ കാരണം അവൻ നമ്മുടെ പാപം ചുമന്നത് കൊണ്ടാണ്. കരുണയില്ലാത്ത വിധി. മൃഗീയമായി അവനെ അടിച്ചു, ക്രൂശിച്ചു, കൊന്നുകളഞ്ഞു. ആ കരുണയില്ലാത്ത വിധി എൻ്റെയും നിൻ്റെയും രക്ഷയ്ക്കു വേണ്ടിയെന്നറിഞ്ഞ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് വിശ്വസിച്ച് സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിച്ചാൽ സ്വർഗത്തിൽ നമുക്കൊരു വിശ്രമം ഉണ്ടാകും. അല്ലെങ്കിൽ കരുണയില്ലാത്ത ഒരു വിധിയിലേക്ക് നാം പ്രവേശിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.